ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയുള്ളിയും അതുപോലെ തന്നെ മല്ലയിലയും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടു ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട് പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തുടർന്ന ബെല്ലൈക്കണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്താണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിന ഇല ഉണ്ടെങ്കിലും അതും ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ ഒരളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഈ ഒരു അളവിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ഒരു കുത്തും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എരിവിനായിട്ട് 5 പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലേവറാണ് ഈ ഒരു ഐറ്റത്തിന്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയോ അല്ലെങ്കിൽ അല്പം പുളിപ്പുള്ള തൈരോ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഫെന്നൽ സീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇന്നത് ഈ പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതായത് മത്തി പൊരിച്ചതാണ്. അപ്പോൾ അതിലേക്കായിട്ടുള്ള ഗ്രീൻ മസാലയാണ് കേട്ടോ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്താൽ. ഇനി ഇതിലേക്ക് മത്തിയെല്ലാം ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം മീനിൽ നല്ലോണം തിരിപ്പിടിച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോഴാണ് മീനിൽ നല്ലപോലെ മസാല എല്ലാം പിടിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ മീനിലും ഞാൻ ഇതുപോലെ മസാല തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മസാല പുരട്ടിയിട്ടുള്ള മീൻ നമുക്ക് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും വറുക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മത്തി ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. മീനിൽ തിരുമ്മിയ ബാക്കി മസാല ഉണ്ടെങ്കിൽ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു മസാല ഈ ഒരു ഓയിലിൽ ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മത്തിയിൽ മാത്രമല്ല കേട്ടോ, അയല ആയാലും ആവോലിയിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മീനിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ മറിച്ചിടുന്ന വീഡിയോ കട്ടായി പോയിട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. താങ്ക്